കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിട്ട് വരികയാണ്. ഈ പീക്ക് അവർ മാനേജ്മെൻറ്റ് എന്ന ഓമന പേരിട്ട് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ കാവൽ സർക്കാർ. ഞാൻ കാവൽ സർക്കാർ എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. കാരണം ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്നത് വരെ ഈ വൈദ്യുതി പ്രതിസന്ധി ജനങ്ങൾക്ക് പൂർണ്ണമായും അനുഭവിക്കേണ്ടി വന്നില്ല. വളരെ ചെറിയ തോതിൽ അവിടെയും ഇവിടെയുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടായെങ്കിലും വലിയ കുഴപ്പങ്ങളില്ലാതെ വോട്ടെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷമാണ് ഈ പവർ കട്ട് അഥവാ ലോഡ് ഷെഡിംഗ് ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായി ഏർപ്പെടുത്തിയത്. ഇരിക്കട്ടെ, തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ സംസ്ഥാന സർക്കാർ വാസ്തവത്തിൽ കാവൽ സർക്കാർ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സർക്കാരിന് വാസ്തവത്തിൽ ഒരു കാര്യത്തിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുതൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ നിയമം അല്ലെങ്കിൽ ഈ ചട്ടം ബാധകമാണ്. പക്ഷേ അതിനു മുമ്പ് ചെയ്തു തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും സർക്കാർ ചെയ്തില്ല. അതിലൊന്നാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. 1994 കരാറിൽ ഏർപ്പെട്ടതാണ് ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി. കാർബറണ്ടം എന്ന കമ്പനിയുമായിട്ടാണ് ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിക്ക് സർക്കാർ കരാർ ഒപ്പിട്ടത്. 30 വർഷത്തിന് ശേഷം ഈ ജലവൈദ്യുത പദ്ധതി സമ്പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെ അഥവാ വൈദ്യുതി ബോർഡിനെ തിരികെ ഏൽപ്പിക്കണമെന്നതാണ് കരാറിലെ വ്യവസ്ഥ. അതനുസരിച്ച് 2024 കരാർ പൂർത്തിയായി, അതായത് കാലാവധി പൂർത്തിയായി കരാർ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എന്നാൽ അതുണ്ടായില്ല. ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അതായത് ഈ കാർബറണ്ടം എന്ന സ്വകാര്യ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവും ആ വൈദ്യുതി സംസ്ഥാന സർക്കാരിന് ഇന്ന് മിച്ച വൈദ്യുതി വിറ്റുകൊണ്ടിരിക്കുന്ന തുകയും യൂണിറ്റിന് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നൊക്കെയുള്ള കണക്കുകൾ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. നമ്മൾ തന്നെ മുമ്പും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 2026 പിരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് സംസ്ഥാന സർക്കാരിന് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. പകരം ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും ഒരു 30 വർഷത്തേക്ക് കൂടി കാർബറണ്ടത്തിന് കരാർ നീട്ടി നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ ക്യാബിനറ്റിൽ പോലും ചില തർക്കങ്ങൾ നടന്നു. അതായത് ഈ ജലവൈദ്യുത പദ്ധതി വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും അതായിരുന്നു. എന്നാൽ വ്യവസായ മന്ത്രി പി രാജീവ് ഇതിനെ എതിർത്തു. ഈ ജലവൈദ്യുത പദ്ധതി പഴയതുപോലെ 30 വർഷത്തേക്ക് കൂടി കാർബറണ്ടം കമ്പനിക്ക് ഇതിൻ്റെ നടത്തിപ്പ് കരാർ നൽകണം എന്നാണ് വ്യവസായ മന്ത്രി വാദിച്ചത്. വിഷയം തർക്കത്തിലായതോടുകൂടി തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. എന്നാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വ്യവസായ മന്ത്രിയെ അനുകൂലിക്കുകയും വൈദ്യുതി മന്ത്രിയെ എതിർക്കുകയും ചെയ്യുന്ന തീരുമാനമാണ് കൈക്കൊണ്ടത്. അദ്ദേഹം ഈ കാർബറണ്ടം കമ്പനിക്ക് തന്നെ ഇതിൻ്റെ 30 വർഷത്തേക്ക് കൂടെയുള്ള നടത്തിപ്പ് കരാർ നൽകണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഈ കരാർ പുതുക്കുകയും അതൊരു കീഴ്വഴക്കമാവുകയും ചെയ്താൽ പിന്നീട് വരുന്ന മറ്റു പല കരാറുകളും ഇത്തരത്തിൽ ആയിത്തീരും എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് 49 മെഗാവാട്ടിൻ്റെ സമാനമായ പദ്ധതികളുണ്ട്. അവിടെയും ഇതേ ആവശ്യം ഉയരും. ഇതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിക്ക് വൈദ്യുതി നിർമ്മാണത്തിനും വിതരണത്തിനും ഉയർന്ന തുകയ്ക്ക് അത് വിൽക്കുന്നതിനും ഉള്ള അവസരം, അധികാരം, അവകാശം ലഭിക്കുകയും ചെയ്യും. ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ
50 പൈസ ചെലവിലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി നിർമ്മിക്കുന്നത്. എന്നാൽ അത് സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നത് 5 രൂപയ്ക്കാണ്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2024 ഡിസംബറിൽ പദ്ധതി തിരികെ ലഭിക്കുമെന്നായിരുന്നു നമ്മുടെ എല്ലാം ധാരണ. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, 2023 ഏതാണ്ട് 2.89 കോടി യൂണിറ്റ് ആയിരുന്നു ഉൽപ്പാദനം. 3 കോടി എന്ന് നമുക്ക് കരുതാം. ഈ 3 കോടി യൂണിറ്റ് വൈദ്യുതി നമുക്ക് ലഭിക്കുമ്പോൾ ഒരു യൂണിറ്റിന് നൽകേണ്ട വില വളരെ വലുതാണ്. ഏതാണ്ട് 9.20 രൂപ 20 പൈസയ്ക്കാണ് നമ്മൾ അത് ഈ വ്യവസായ നിരക്കിൽ ആണ് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വന്നത്. നോക്കണം, 50 പൈസ നിരക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി 5 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് കരാർ കാലാവധിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് 9 രൂപ 20 പൈസ ആയി ഉയർന്നു, ഏതാണ്ട് 10 രൂപ. അപ്പോൾ വൻ വിലയ്ക്കാണ് നമ്മൾ ഈ വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ കമ്പനി, ഈ പദ്ധതി ആ സ്വകാര്യ കമ്പനിയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ, സർക്കാർ ഏറ്റെടുത്തിരുന്നെങ്കിൽ, വൈദ്യുതി ബോർഡ് ഏറ്റെടുത്തിരുന്നെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഏതാണ്ട് ഇത്രയും യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. ഇതുകൊണ്ടുള്ള ലാഭം ആർക്കാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന് ആ ബോധം ഉണ്ടായില്ല. പകരം അവർ ഇത് സ്വകാര്യ മേഖലയിൽ തന്നെ 30 വർഷം കൂടി നിൽക്കട്ടെ, തുടരട്ടെ എന്ന ഒരു നയമാണ് സ്വീകരിച്ചത്. ഇനി എന്താണ് പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് ഈ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തേക്കാം. അല്ലെങ്കിൽ വീണ്ടും ഒരു 30 വർഷത്തേക്കോ അല്ലെങ്കിൽ മറ്റെത്രയെങ്കിലും ഒരു കാലാവധിക്കുള്ളിലെ ഈ കരാർ അവസാനിക്കുന്ന തരത്തിൽ സ്വകാര്യ കമ്പനിക്ക് തന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്യാം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ട്. എന്തായാലും ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ ഈ കരാർ ഇതുപോലെ തുടരുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പല ജലവൈദ്യുത പദ്ധതികൾക്കും സമാനമായ കീഴ്വഴക്കം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും, സമാനമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. ഇത് സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന നഷ്ടം, കേരളത്തിൻ്റെ ഖജനാവിന് ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ നമ്മുടെ വ്യവസായ ഊർജ വകുപ്പുകളുടെ ഈ വിരുദ്ധ നിലപാട് ഇത് മുമ്പും ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ ഊർജ വകുപ്പ് അഥവാ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രി എടുക്കുന്ന തീരുമാനം ഒന്ന്, വ്യവസായ വകുപ്പ് മന്ത്രി അതിന് ഘടകവിരുദ്ധമായ നിലപാടും തീരുമാനവുമായിട്ട് രംഗത്ത് വരുന്നു. ഇത് വലിയ വിവാദമാകുന്നു. ഒടുവിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിടുന്നു. മുഖ്യമന്ത്രി വ്യവസായ മന്ത്രിക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഊർജ വകുപ്പ് ശക്തമായ പ്രതിരോധവുമായി, എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യം. ഈ പദ്ധതി ഇനിയും ഇങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കരുതെന്നും അത് എന്ത് വില കൊടുത്തും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് ഊർജ വകുപ്പ് ആവശ്യപ്പെടുന്നത്. ആ ഊർജ വകുപ്പിൻ്റെ ആവശ്യം പക്ഷേ ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത് എന്ന് മാത്രം. ഇങ്ങനെ മിച്ചം വരുന്ന വൈദ്യുതി, അതായത് ഇവർ 50 പൈസ നിരക്കിൽ ഈ കാർബറോണ്ടം എന്ന കമ്പനി മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് 50 പൈസ നിരക്കിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് അവർ വിറ്റതിന് ശേഷം, അതായത് അവർ ഒരു വിലയിട്ട് വിറ്റതിന് ശേഷം പിന്നീട് മിച്ചം വരുന്ന വൈദ്യുതിയുണ്ട്. ആ വൈദ്യുതിയാണ് നമ്മൾ 5 രൂപ നിരക്കിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. നോക്കൂ, 10 മടങ്ങ് വില അധികം നൽകിയാണ് ഈ വൈദ്യുതി വാങ്ങുന്നത്. ഇത് ആരെ സഹായിക്കാൻ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഈ കാർബറോണ്ടം കമ്പനിക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുക്കുന്ന വ്യവസായ വകുപ്പിനും
മുഖ്യമന്ത്രിക്കും ഉള്ള താൽപ്പര്യം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് തീർച്ചയായിട്ടും സംസ്ഥാന ഖജനാവിന് വരുത്തുന്ന നഷ്ടം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഈ കൊടിയ വേനൽക്കാലത്ത് അതിശക്തമായ ജലക്ഷാമം നമ്മൾ അനുഭവിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും ഇത്തരം ജലവൈദ്യുത പദ്ധതികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള കൊള്ളയ്ക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും പൊതുജനം തീരുമാനിക്കട്ടെ. ഇക്കാര്യത്തിൽ വരാൻ പോകുന്ന സർക്കാരിന് വെളിവുണ്ടാകണം. സർക്കാർ ദീർഘദൃഷ്ടിയോടുകൂടി പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ഈ കരാർ റദ്ദാക്കി അത് സ്വകാര്യ മേഖലയിൽ നിന്ന് തിരിച്ച് സംസ്ഥാന സർക്കാരോ വൈദ്യുത ബോർഡോ അത് ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് അത് മാറണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം.